ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ രാവിലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിട്ട് വരല്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ചായക്കടി ഉണ്ടാക്കുന്നത് ഓട്ടോടെ ഉണ്ട്. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ വീഡിയോ എടുക്കാൻ നിന്നിട്ടോ. പിന്നെ വീഡിയോ എടുത്ത് വെച്ച വീഡിയോ ഒന്നും വേറെ ഇല്ല. അപ്പോൾ എന്തായാലും രാവിലെ തൊട്ട് തുടങ്ങുന്നത് അങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അരിയും പിന്നെ ചോറും നാളികേരമൊക്കെ ചേർത്തിട്ട് അരക്കുകയാണ് കേട്ടോ. തലേ ദിവസത്തെ ചോറ് ബാക്കിയില്ലേന്നുണ്ടോ. അപ്പോൾ ആ ചോറ് പിന്നെ തലേ ദിവസത്തെ ചോറിട്ട വേറൊരു ടേസ്റ്റ് ആവും. പക്ഷേ ഞാൻ രാവിലെ ആ ഒരു ടൈമിൽ വെച്ച ചോറാണ് കേട്ടോ. പിന്നെ ഈ അരക്കണേക്ക് പിന്നെ ചേർത്തത് കേട്ടോ, മിക്സാക്കിയേക്ക് പിന്നെ ചേർക്കുന്നത് രാവിലെ വെച്ച ചോറാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അരച്ചെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒട്ടടക്കം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ അടുപ്പത്തായപ്പോൾ പിന്നെ ഞാൻ ചട്നിയൊക്കെ ആദ്യം തന്നെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്നിക്കിൽ നാളികേരമൊക്കെ ചിരകിയിട്ട് ഞാൻ ആദ്യം തന്നെ ചട്നിക്കിൽ കറിക്കിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈം കളയണ്ടല്ലോ, എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ജോലി എടുത്ത് തീർക്കണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ ചട്നിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ചോറ് ഊറ്റലും ഒരു ഭാഗത്ത് ഓട്ടട ഉണ്ടാക്കലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചോറ് ഊറ്റണ കണ്ടിട്ട് ഇത് വാർത്ത് വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി കൂടെ എന്ന് പറഞ്ഞു തന്നിട്ടോ. അവിടെ ഊറ്റലാണ് പതിവ്. അങ്ങനെ വാർത്ത് വെക്കണ ഒരു ശീലവും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടടയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം ചെറുതാക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടും ചെയ്യും. എന്നാലും കിട്ടും, പക്ഷെ എന്നാലും ചെറുതാക്കിയിട്ട് ചുട്ടുമ്പോൾ കഴിക്കണം എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ ഓണാക്കിയിട്ട് ഈ വീഡിയോ ഓണാക്കുമ്പോൾ എപ്പോഴാണ് ഓർഡർ ഉണ്ടാക്കണത് ശരിക്കും കിട്ടാതാവുക സത്യമായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നല്ല രീതിയിൽ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കും. വീഡിയോ ഓണാക്കണത് അപ്പോഴാവും പിന്നെ നല്ല രീതിയിൽ പാളി പോവുകയല്ല, കിട്ടില്ല ചട്ടിന്ന്. ചിലപ്പോൾ ചില ദിവസം ചില ഓട്ടടയ്ക്ക് അങ്ങനെയാവും, ചിലപ്പോൾ കിട്ടില്ല ചില ദിവസങ്ങളിലൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കാൻ നിന്നിട്ടോ. അപ്പോൾ ഞാൻ നാളികേരമൊക്കെ ആദ്യം തന്നെ അരച്ച് വെച്ചിരുന്നു. ഈ ചട്നിയോടൊന്നും വലിയ താല്പര്യമില്ല. ഈ നാളികേരം അരച്ചിട്ടുള്ള കറികളൊക്കെ ഒന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കടല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലേന്നു, അല്ലെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് അങ്ങനെ കറി ഉണ്ടാക്കിയാൽ മതിയെന്നു, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലേന്നു. അപ്പോൾ ഞാൻ നാളികേരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കറി നിർബന്ധമാണല്ലോ ചായക്കടി ഉണ്ടാക്കിയതിലേക്ക്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ കടുകൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്, പിന്നെ ഒരു സൈഡിൽ ഓട്ടട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതാക്കി ചുടുമ്പോൾ അതിനനുസരിച്ചുള്ള സമയവും വേണം, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ചെറുതാക്കുമ്പോൾ അത് കഴിക്കാനും നല്ല സുഖമാവും കേട്ടോ. അപ്പോൾ റിച്ചൊക്കെ അവിടെ ചായക്കടിയൊക്കെ എടുത്ത് കൊണ്ടുപോകണം ആ ഒരു തിരക്കൊക്കെയാണ് കേട്ടോ. കഴിക്കാനൊക്കെ ആയില്ല, ആ ഒരു ടൈമൊക്കെയാണ്. ഞാൻ എൻ്റെ പണികളൊക്കെ തീർന്നിട്ടാണ് കേട്ടോ പിന്നെ ചായ കുടിക്കുകയും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഇനി എടുക്കണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ല കേട്ടോ. റിച്ചുവിന് എന്താ വീഡിയോയിൽ കാണാത്തതെന്ന് ചോദിച്ചു. നാളെ കിട്ടണ്ടേ വീഡിയോ എടുക്കാൻ, അതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ ഞാൻ വീതനൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി കേട്ടോ. തുടക്കണം. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഏകദേശം ലാസ്റ്റ് ആവാനായിട്ടോ. അങ്ങനെ ചുട്ട് തീരാനായപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. കാരണം കുറേ ടൈമായി ഇതുമ്പോൾ തന്നെ കുറേ നേരമായി നിൽക്കണം. അപ്പോൾ പിന്നെ കഴിയാനായപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചട്നിക്കറിയൊക്കെ ആയിട്ടുണ്ടാണ്. അപ്പോൾ ഞാൻ പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പാചകത്തിൻ്റെ ഇടയിലൊക്കെ ഞാൻ വീഡിയോ ഓണാണോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും കേട്ടോ. അതിൻ്റെ ഒരു ശീലമായിപ്പോയി ഇപ്പോൾ. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ചുട്ട് തീരാറായിട്ടുണ്ട്. അപ്പോൾ പപ്പടം ഉണ്ടാക്കലും അങ്ങനെ ഓട്ടട ഉണ്ടാക്കലും ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കഴിയാനായിട്ടുണ്ട് കണ്ടോ. മാവൊക്കെ ഏകദേശം അരച്ചതൊക്കെ തീരാറായി. അപ്പോൾ ചെറിയൊരു ഓട്ടടയും കൂടി ഉണ്ടാക്കാനുള്ളൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പപ്പടം പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മീനൊക്കെ പൊരിക്കലുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ മീനൊക്കെ പൊരിച്ചെടുത്തിട്ട് പിന്നെ പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കാനുണ്ടാവും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഏകദേശം അതും കഴിയാനായി. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിച്ചു. എൻ്റെ ഏകദേശം പണികളൊക്കെ തീർന്നതിന് ശേഷമാണ് ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആകെ 3 ഓട്ടട എടുത്തിട്ടുള്ളൂ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് എടുക്കണം, അതൊക്കെയാണ് ഇഷ്ടം. ഞാനിപ്പോൾ 3 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ
അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ചേച്ചി ഞങ്ങൾക്ക് മഞ്ചേരി വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പേഴ്സണലാണ്. അപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ അവിടെ വണ്ടൂർക്ക് വന്നു. അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ കുറഞ്ഞ വിലയിൽ ഡ്രസ്സ് കിട്ടുന്നുണ്ട് മഞ്ചേരിയിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് ചേച്ചി ഡ്രസ്സൊക്കെ വാങ്ങി. ചേച്ചിക്ക് 2-3 കല്യാണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ചേച്ചിക്കും വാങ്ങി, ചേച്ചീൻ്റെ അച്ഛനും വാങ്ങി. അപ്പോൾ ചേച്ചി ഇതാ ഡ്രസ്സൊക്കെ വാങ്ങി പോന്നതിന് ശേഷം ഞങ്ങൾ വണ്ടൂരെത്തിയിട്ട് പൾസറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. പഴയ പൾസറും കൊടുത്തിട്ട് പുതിയതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആളെ വീഡിയോ എടുക്കുന്നതിന് താല്പര്യമില്ല, അതാണ് മുഖം കാണിക്കാത്തത്. അപ്പോൾ ഞങ്ങളതൊക്കെ സെറ്റാക്കി പറഞ്ഞു ഉറപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കയറണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതിന് പോയതായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഞാനൊരു നൈറ്റി വാങ്ങിയിരുന്നു കേട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. സുശീലേജി വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അതാ അടുത്ത അവരോട് പറയില്ലേ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഏകദേശം വീട്ടിലെത്താനായിട്ടോ. എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ അമ്മനെ കണ്ടു. അമ്മനോട് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ലേന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. വരാൻ പറ്റില്ല അങ്ങനെയൊക്കെയൊന്നും ഞങ്ങൾ വലിയ തോതിലൊക്കെ നല്ല ഡയലോഗൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മനെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ എത്തി. നടന്നാണല്ലോ പോകുന്നത്. അപ്പോൾ പിന്നെ നല്ല വെയിലായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ കേട്ടോ. ഞാൻ ഈ വെള്ളം ഇങ്ങനെ എപ്പോഴും ബാഗിൽ കൊണ്ടുനടക്കും. അങ്ങനെ വെള്ളം കൊണ്ട് നടക്കുന്നത് നല്ലൊരു ശീലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. എങ്ങോട്ട് പോവുകയാണെങ്കിലും ഞാൻ വെള്ളം കൊണ്ടുപോകും. എനിക്ക് വെള്ളം ഇങ്ങനെ കുടിക്കണം. എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കണം. വെള്ളത്തിന് ദാഹിക്കും. ആ ഒരു ശീലം നല്ലതാണ്. അങ്ങനെ ചേച്ചി ഞാനും അമ്മയൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മക്ക് വാങ്ങിയ നൈറ്റി കൊണ്ടു കൊടുത്തിട്ടാണ് കേട്ടോ. അമ്മക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലേന്നത് വാങ്ങിയ കാര്യം. അപ്പോൾ എന്തിനാണിത് ഇതിന് മുന്നേ വാങ്ങി തന്നത്, ഞാൻ അടിച്ച് ഷേപ്പാക്കിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നു കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കുന്ന കാര്യം അറിയില്ല കേട്ടോ. വീഡിയോ എടുക്കുകയാണെങ്കിൽ അവിടുന്ന് പോകും. അപ്പം ഞാൻ ഫോൺ കുറേ ദൂരത്ത് കൊണ്ട് വെച്ച്, പക്ഷേ ഫോൺ കണ്ട് വീഡിയോ ഓണാണെന്നില്ല ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അമ്മനെ ഇങ്ങനെ സർപ്രൈസാക്കി ചെറിയൊരു കാര്യത്തിന് പോലും സന്തോഷം കണ്ടെത്തുന്ന ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അമ്മനെയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിക്കാനൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ ചോദിക്കണത് ഫോണിലെടുത്തോ, അങ്ങനെയുണ്ടോ ചോദിച്ചാൽ വീഡിയോ എടുത്തോന്നല്ല അമ്മ ചോദിച്ചാൽ ഫോണിലുണ്ടോ എന്നൊക്കെ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ ഒരു വീഡിയോ അല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് തീരെ താല്പര്യം എടുത്തിട്ട് നോക്കാം. അപ്പോൾ ക്രിസ്മസിന് മുന്നേ ചേച്ചി വീഡിയോ ആണ്. അപ്പോൾ ഒരാഴ്ചത്തിന് വേണ്ടി പോയതെന്ന് പറഞ്ഞല്ലോ. ചേച്ചി വാങ്ങിയതാണ് അതൊക്കെ. അപ്പോൾ പേപ്പർ വെച്ചിട്ടുള്ളതുകൊണ്ട് ലൈറ്റിൻ്റെ സ്റ്റാറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെറൈറ്റി കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഞങ്ങൾ വാങ്ങിയ കടയിൽ വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളത് വാങ്ങിയിട്ടൊന്നുമില്ല, വിലയൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പോകുന്നു. ഞങ്ങൾക്ക് പറ്റിയത് ഇപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് ഇതാണ്. അപ്പോൾ ഞങ്ങളിതാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വെറുതെ വന്നതാണ് കേട്ടോ. അപ്പോൾ രാജേട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനെന്നാൽ വണ്ടൂർക്ക് വരാം, ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാജേട്ടന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സ്റ്റാറും കാര്യങ്ങളൊക്കെ എടുത്ത പോലെ തന്നെ കവറിലാക്കി വെക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ചേച്ചി ഭയങ്കര ചീത്തയും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ ഞങ്ങൾ ചോറുണ്ണാൻ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ തന്നെ പോകുന്നത്. പക്ഷെ വീട്ടിലെത്തുമ്പോൾ പിന്നെ വീട്ടിൽ എന്താ ഉള്ളത് നോക്കിയിട്ടില്ലെങ്കിൽ സമാധാനമില്ലല്ലോ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ചേച്ചീൻ്റെ വേറെ ചേച്ചിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഞാനും പിന്നെ എൻ്റെ ഒപ്പം പോകുന്ന ചേച്ചിയും പിന്നെ അമ്മയും ഞങ്ങളും 4 പേരാണ് ഇപ്പോൾ വീട്ടിലുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഇവർ എന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചവർ വീഡിയോയിൽ നിൽക്കാൻ ഇവർക്ക് ആർക്കും താല്പര്യമില്ല. അതാണ് വീഡിയോയിൽ കാണാത്തത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. വീട്ടിൽ ഫുഡിന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇന്നിക്കമ്പും പിന്നെ മീൻ പൊരിച്ചതും അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് നിലത്തിരുന്ന് കഴിക്കണം അതൊക്കെയാണ് ഇഷ്ടം. ചേച്ചിമാരും നിലത്താണ് ഇരുന്നത് കേട്ടോ. പക്ഷേ വീഡിയോയിൽ എടുക്കണ്ടെന്ന് പറഞ്ഞു, അതാണ് വീഡിയോയിൽ എടുക്കാത്തത്. അപ്പോൾ അമ്മ അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പം തന്നെ തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ രാജേട്ടൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ പോകാമല്ലോ. അപ്പോൾ രാജേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചേച്ചിമാർ സ്കൂട്ടി വാങ്ങിയത് അത് കണ്ടിട്ടില്ല, അത് കാണുകയും ചെയ്യല്ലോ. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ 2 ചേച്ചിമാരും ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചേച്ചി പച്ചക്കറിയൊക്കെ വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് പിന്നെ ചേച്ചി പുണ്ണിനില്ല സംഭവത്തിന് ആ പേരൊക്കെ അറിയില്ല കേട്ടോ. പുണ്ണിനില്ല ഒരു മരുന്നാണ്, വായ്പുണ്ണില്ലേ അതിനുള്ള മരുന്ന് വാങ്ങാൻ നിൽക്കാനുണ്ട്. പിന്നെ ഞാനും രാജേട്ടനും തിരിച്ച് രാജേട്ടൻ്റെ വീട്ടിലേക്ക് വളർക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ വാങ്ങി, പിന്നെ കുറച്ച് പച്ചക്കറി സംഭവങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ചിക്കൻ വാങ്ങി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ചിക്കൻ വാങ്ങാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ അത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.